കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് തുടരുകയാണ് വൈസ് ചാൻസലർ എന്നുള്ളത് തന്നെയാണ്. വിദ്യാർത്ഥികളുടെ കലോത്സവം അടക്കം മുടക്കുന്ന രീതിയിലേക്ക് വൈസ് ചാൻസലർ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിക്കകത്തുള്ളത്. എന്തായാലും ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് എസ്.എഫ്.ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ വി.സിയുടെ ഈ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ ഇത്തരത്തിലുള്ളൊരു സമരം സംഘടിപ്പിക്കാൻ എസ്.എഫ്.ഐ ഏത് ഘട്ടത്തിലാണ് തയ്യാറായത്? സാങ്കേതികത്വം പറഞ്ഞ് വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ നിഷേധിക്കുക എന്നതാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട്സ് അനുസരിച്ച് ഫെബ്രുവരി മാസം 28 യൂണിയൻ കാലാവധി തീരുകയാണ്. പക്ഷേ എല്ലാ തവണയും അതൊരു മാർച്ച് മാസം അവസാനം വരെ നീട്ടിക്കൊടുക്കും. കാരണം കലോത്സവം സാധാരണഗതിയിൽ മാർച്ച് മാസം അവസാനമാണ്. ഇത്തവണ യൂണിയൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ യൂണിയൻ പ്രവർത്തനം നടത്താൻ പലവിധ കാരണങ്ങളാൽ സിയുടെ ഇടപെടൽ മൂലം കഴിയാത്തതുകൊണ്ട് സമരം നടത്തിയിട്ടാണ് ഈ യൂണിയൻ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ അധ്യയന വർഷത്തെ വിദ്യാർത്ഥികളുടെ ആവശ്യമായിരുന്നു കലോത്സവം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ യൂണിയൻ ആണെങ്കിൽ കൂടി ആ യൂണിയനെ ആദ്യം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം കലോത്സവം നടത്തുക എന്നുള്ളത്. അത് കഴിഞ്ഞ അധ്യയന വർഷത്തെ യൂണിയൻ കലോത്സവം നടത്തിയാണ് ഈ അധ്യയന വർഷത്തെ അവരുടെ യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ആ കലോത്സവം നടത്തി ചിട്ടപ്പടിയായി നടക്കേണ്ട യൂണിയൻ ഇനോഗ്രേഷൻ മുതൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പരിപാടി ഉൾപ്പെടുത്തി യൂണിയൻ പ്രവർത്തനം നടന്നു വരുമ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇനി നിങ്ങൾക്ക് യൂണിയൻ പ്രവർത്തനത്തിന് ഫണ്ട് ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല, ഇനി യൂണിയൻ പ്രവർത്തനം നടത്തേണ്ടതില്ല, നിങ്ങൾ യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്ന് വി.സി യൂണിയൻ ഭാരവാഹികളോട് പറയുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഈ യൂണിയനാണ് ഈ അധ്യയന വർഷത്തെ കലോത്സവം നടത്തുന്നത്. അത് ന്യായമായ ആവശ്യമാണ്. അത് ഈ യൂണിയൻ്റെ ആവശ്യം മാത്രമല്ല, ഈ കേരളത്തിനകത്തെ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന മുഴുവൻ ക്യാമ്പസുകളിലും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ. കലോത്സവം നടക്കുമ്പോൾ കണ്ണൂർ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, MG കലോത്സവം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ കലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പല സർവകലാശാല കലോത്സവം നടക്കുകയാണ്. കേരള വിദ്യാർത്ഥികൾ കലോത്സവം സ്വാഭാവികമായി നടത്തി അതിൽ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ടവരാണ്. അവർക്ക് 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 അതിന് അർഹതയില്ല എന്ന് പറയാൻ വൈസ് ചാൻസലർക്ക് അവകാശമില്ല. അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കലോത്സവം നടത്താൻ അനുവദിക്കാതിരിക്കുക. ന്യായമായി ഇപ്പോൾ ഈ കോൺക്ലേവ് തീരുമാനിച്ചിരിക്കുന്നു. വളരെ പ്രത്യേകമായി ഈ സർവകലാശാല യൂണിയൻ തീരുമാനിച്ച് നടപ്പിലാക്കാൻ പോകുന്നൊരു ദേശീയ കോൺക്ലേവാണ്. ആ കോൺക്ലേവ് നടത്താൻ ഉള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടകോത്സവം നടക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കലണ്ടർ അനുസരിച്ച് നടക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ഫണ്ട് അനുവദിക്കാതിരിക്കുക, കലോത്സവം നടത്താൻ ഫണ്ട് അനുവദിക്കാതിരിക്കുക, ഇതിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ യൂണിയൻ പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്നൊരു പിടിവാശിയാണ്. ഈ പിടിവാശി ശരിയല്ല. അപ്പോൾ ന്യായമായ വിദ്യാർത്ഥി ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടാണ് ഈ സമരം നടക്കുന്നത്. ഒപ്പം സ്പോർട്സ് വിദ്യാർത്ഥികൾ നമ്മുടെ സർവകലാശാലയുടെ സമ്പത്തല്ലേ, അസറ്റല്ലേ. ഒരു വൈസ് ചാൻസലർക്ക് ആരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ കാണാൻ കഴിയണ്ടേ? ഞങ്ങൾ SFIക്കാരോട് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ വിരോധമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയമായ വിരോധം എല്ലാ കാലത്തും എല്ലാവരുമായി നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഇരിക്കുന്ന കസേരയുടെ മഹത്വം ഇരിക്കുന്നവർ മനസ്സിലാക്കണ്ടേ? ഇപ്പം ഞങ്ങൾ SFI സംഘടനാ പ്രവർത്തനം നടത്തും, ഞങ്ങൾ കാണുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളെയാണ്. അതുപോലെ വൈസ് ചാൻസലർ കസേര ഇരിക്കുമ്പോൾ അദ്ദേഹം കാണേണ്ട ആരുടെയാണ്? അദ്ദേഹം SFI കാണുന്നത് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ വിദ്യാർത്ഥികളെ കാണണ്ടേ? ഈ സർവകലാശാലയ്ക്ക് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു അധ്യാപകന്റെ മനസ്സിൽ നിന്ന് നോക്കിക്കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സർവകലാശാല വൈസ് ചാൻസലർ? ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ആവശ്യവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് നേരത്തെ തയ്യാറായിരുന്നു ഇത് നേരത്തെ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ? ഒരു ചർച്ച അതാണല്ലോ ഈ പൊതുവിലൊരു ഫാസിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെയും സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ ചർച്ചയ്ക്ക് സ്പേസ് ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. அவங்க സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കോർ. ഇരിക്കുന്ന കസേര, ആ കസേരയുടെ മഹത്വം, വലിപ്പം, ആ കസേരയുടെ ഉത്തരവാദിത്വം തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാന പ്രശ്നം ഉണ്ടാകുന്നത്. പഴയ ഒരു കവിതയുണ്ട്, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ ചുമക്കുന്ന കഴുതയെ പോലുള്ളവർ. അദ്ദേഹം കഴുതയാണെന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹം കഴുതയാണെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞൊന്നും നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ അങ്ങനെ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതയാണ് ഇദ്ദേഹമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയാൽ അത് തെറ്റാണെന്നെങ്കിലും സമർത്ഥിക്കാൻ ഇദ്ദേഹം തയ്യാറാവുണ്ട്. വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുന്നുണ്ട്, അതല്ലേ പ്രധാനപ്പെട്ട. അവരുടെ ആവശ്യം എന്താണ് എന്ന് കേൾക്കാൻ തയ്യാറാവുക, അത് പരിഹരിക്കാൻ തയ്യാറാവുക. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളോട് രാഷ്ട്രീയ ആവുക അദ്ദേഹം കാണിക്കണ്ട. ഞങ്ങൾ സംഘപരിവാരനെ എതിർക്കുന്നവരാണ്, ഞങ്ങൾ സംഘപരിവാരനോട് ഫൈറ്റ് ചെയ്യുന്നവരാണ്, ഞങ്ങൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തോടും നഖശികാന്തം പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവില്ല, ഞങ്ങളത് അംഗീകരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അതിലൊരു വിരോധമില്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം ഞങ്ങൾക്ക് വേണ്ടതാണ്. പക്ഷെ വിദ്യാർത്ഥികളെ കാണണം. വൈസ് ചാൻസലർ അദ്ദേഹം വൈസ് ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈം കൺസേണായി കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ കാണാൻ തയ്യാറാവണം. അവർക്ക് കലോത്സവം നടത്തണം, നാടകോത്സവം നടത്തണം, അതിൽ പങ്കെടുക്കണം. ഇപ്പം തന്നെ പ്രാക്ടീസ് ആരംഭിച്ചു, എല്ലാ ക്യാമ്പസിലും നാടകോത്സവത്തിൻ്റെ പ്രാക്ടീസ് ആരംഭിച്ചു, കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് ആരംഭിച്ചു. സ്പോർട്സ് വിദ്യാർത്ഥികൾക്ക് വിവിധ ദേശീയ സ്പോർട്സ് മീറ്റുകളിൽ പങ്കെടുക്കാൻ അവരെല്ലാം സാമ്പത്തികമായി ഈ പറയുന്ന മോഹൻ കുന്നുമൽ അത്രയും ശേഷിയുള്ളവരല്ലല്ലോ. പല കുടുംബത്തിൽ നിന്ന് വരുന്നവരല്ലേ, പല സാമ്പത്തിക ചുറ്റുപാടുള്ളവരല്ലേ.
അവർ വരുമ്പോൾ അവർക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ അവർക്ക് യൂണിവേഴ്സിറ്റി ഫണ്ട് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നല്ലേ കൊടുക്കുന്നു, സർവകലാശാല ഫണ്ടല്ലേ. എന്താ പ്രശ്നം? സെനറ്റ് ടിക്കറ്റ് കൂടുന്നില്ല, സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നില്ല, സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഗൗരവമായ പ്രശ്നമാണ്. ഇതിൽ സർവകലാശാലയുടെ മുഴുവൻ പ്രവർത്തനത്തെയും താളം തെറ്റിക്കുന്ന സമീപനം അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇരിക്കുന്നിടം മുടിക്കുക, നമ്മൾ കേട്ടിട്ടില്ലേ പഴയ പറയും, ഇരിക്കുന്നിടം മുടിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ കെട്ടി ഇറക്കിയിരിക്കുന്നത്. ഇരിക്കുന്നിടം മുടിക്കുക എന്നുള്ള പണിയാണ്, ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ SFIയുടെ നേതൃത്വത്തിൽ കഞ്ഞി വെച്ച് ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും SFIയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? ഇത് സത്യത്തിൽ പ്രതിഷേധമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കാണുന്നവരും ഇവിടുത്തെ VCയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ മനസ്സിലാക്കുന്നത് പ്രതിഷേധമല്ല, ആഹാരമാണ്. രാവിലെ മുതൽ സമരം ചെയ്യണം വിദ്യാർത്ഥികൾ. സത്യത്തിൽ ഇത് പ്രതിഷേധം നിങ്ങൾ കൂട്ടേ വേണ്ട. പ്രതിഷേധം ഞങ്ങൾ അവതരിപ്പിക്കുന്നില്ല. രാവിലെ മുതൽ വിദ്യാർത്ഥികൾ ഇവിടെ സമരം ഇരിക്കുകയാണ്. കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരിക്കുന്നത്. യൂണിയൻ ഭാരവാഹികൾ നിങ്ങൾ നോക്കിയാൽ സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ മുതൽ വിവിധ കോളേജിലെ യൂണിയൻ ഭാരവാഹികൾ വരെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇവിടെ സമരം ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അവർ പൊതിച്ചോറ് കഴിച്ചു. വൈകിട്ട് അവർക്ക് കഞ്ഞി വെക്കുകയാണ്, ഒരു ഭക്ഷണം കഴിക്കാൻ. ഇന്ന് നാളെ രാവിലെ വരെ സമരം ഇരിക്കുകയാണ്. നാളെ രാവിലെ SFIയുടെ നേതൃത്വത്തിൽ വലിയ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടുകൂടി വിദ്യാർത്ഥി മാർച്ച്, പ്രതിഷേധ മാർച്ച് സർവകലാശാല എടുക്കുകയാണ്. സമരം തുടരും. സമരം അതിശക്തമായി. വിദ്യാർത്ഥി വിഷയങ്ങളാണ്. വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ SFIക്ക് നിശബ്ദമായിരിക്കാൻ സാധിക്കില്ല. KSUവിന് ഒരു പക്ഷേ നിശബ്ദമായിരിക്കും. KSU കൈയടിക്കുകയാണല്ലോ. അപ്പുറത്ത് യാത്രയൊക്കെ നടത്തിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന കുറവുകളുണ്ട് എന്ന് ഇപ്പോൾ അലോഷ്യസ് സേവ്യറിന് 5ാമത്തെ വർഷം ഓർമ്മ വരികയാണ് അല്ലേ. എത്ര നാളായി അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ളതെന്ന് കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം കുറേ ദീർഘനാളായി ഇപ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുകയാണ്. 5ാമത്തെ വർഷം, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 2ാം ടേം പൂർത്തിയാവുന്ന ഈ 5ാമത്തെ വർഷം അവസാന മണിക്കൂറിലാണ് അലോഷ്യസ് സേവ്യർ എന്ന KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഓർമ്മ വരുന്നത്. ഇന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ട് പോലും. ഉണ്ടായിട്ടോ ഒരു സമരം നടത്തിയോ 5 വർഷം? നടത്തിയില്ലല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യാതെ, സമരമൊന്നും ചെയ്യാതെ, ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥി വിഷയം അഡ്രസ്സ് ചെയ്യാതെ കുറ്റം പറയാൻ ആർക്കും പറ്റും ഇല്ല. നമ്മൾ ചില മരണ വീട്ടിൽ 2 കസേര എടുത്തിട്ടിട്ട് കുറ്റം പറയാൻ ആർക്കും പറയാൻ പറ്റും എന്ന് പറയുന്ന പോലെ കുറ്റം പറയാൻ ആർക്കും പറ്റും, അവർ പറഞ്ഞോട്ടെ. പക്ഷേ അടിസ്ഥാന വിദ്യാർത്ഥി വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകും. എന്തായാലും അതുതന്നെയാണ് ഇത്തരത്തിൽ SFIയുടെ പ്രതിഷേധം അത് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ തുടരുകയാണ്. നാളെ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി മാർച്ച് സർവകലാശാലയിലേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് വ്യക്തമാക്കിയത്. ഈ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും കണ്ടതാണ്. ഗവർണർ അടക്കം ഇതിന് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അത് SFI ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്.